ആഴ്ചകളോളമുള്ള കഷ്ടപ്പാടൊക്കെ ഒറ്റ ദിവസം കൊണ്ട് വെള്ളത്തിലാവുമെന്ന് കേട്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ നാട്ടിൽ കിട്ടിയൊരു പണിയായിരുന്നു ഇത്. അന്ന് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളതാണ് ചമ്രോടത്തേക്കുള്ള തേങ്ങ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൊന്നാനി കർമ്മ റോഡിലൂടെയാണ്. ഒരു സൺറൈസ് ഒക്കെ കണ്ട് നമ്മളങ്ങനെ നരിപ്പറമ്പ് എത്തുമ്പോഴത്തേക്കും ലെഫ്റ്റ് എടുക്കുക. ലെഫ്റ്റ് അങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് ചമ്രോട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് കാണാം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് ചമ്രോട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ്. നമ്മൾ ഈ ഒരു എൻഡിൽ നിന്ന് കയറി മറ്റേ എൻഡിലേക്ക് എത്തുമ്പോഴത്തേക്കുമാണ് അവിടെ ചമ്രോട്ടം അയ്യപ്പൻ്റെ അമ്പലം ഉള്ളത്. അപ്പം നമ്മൾ കാണുന്നതാണ് ഭാരതപ്പുഴ. അങ്ങ് അറ്റത്തായിട്ട് കാണുന്ന ചുവപ്പ് കളറിലുള്ളതാണ് ചമ്രോട്ടം അയ്യപ്പൻ്റെ അമ്പലം. പാലം ഇറങ്ങി കുറച്ച് ദൂരം കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ കവാടം പോലെ കാണും. വണ്ടികളായിട്ട് പോകുമ്പോൾ നമുക്ക് ഈ വഴിയാണ്. ഇപ്പം നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൂടെയുള്ള വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്നതാണ് നമ്മൾ വന്ന വഴി, അതായത് ചമ്രോട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ്. ഇതുപോലെ ഒരു ഉണക്കത്തേങ്ങയാണ് നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നത്. അമ്പലത്തിലേക്ക് നമുക്ക് ഫ്രണ്ടത്തെ ഈ ഒരു വെള്ളം കടന്നിട്ട് പോകാനും പറ്റും. അതുപോലെ മേലെയായിട്ടൊരു ബ്രിഡ്ജ് പോലെയുണ്ട്. അതുവഴി പോവുകയാണെങ്കിൽ നമുക്ക് കാല് നനയാതെ പോവുകയും ചെയ്യാം. നമുക്ക് വെള്ളത്തിൽ നോക്കിയാൽ തന്നെ അറിയാം ഒരുപാട് മീനുകളുണ്ട് ഇവിടെ. കല്യാണം പോലെയുള്ള പ്രധാനപ്പെട്ട ആഘോഷങ്ങൾക്ക് മഴ മാറി നിൽക്കാൻ വേണ്ടി ചമ്രോട്ടത്തിന് അയ്യപ്പൻ്റെ അമ്പലത്തിലേക്ക് തേങ്ങ നേർന്നു കഴിഞ്ഞാൽ മഴ കിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണിത്. നമ്മൾ വലം വെച്ച് വരുമ്പോൾ കാണും റെഗുലേറ്റർ കം ബ്രിഡ്ജ്. അതുപോലെ ഇപ്പോൾ കാണുന്നത് അമ്പലത്തിൻ്റെ പിൻവശത്തു നിന്നുള്ള ഒരു വ്യൂ ആണ്. ചുറ്റിനും ഭാരതപ്പുഴ ആയതുകൊണ്ട് തന്നെ മഴക്കാലത്തൊക്കെ ഇവിടെ നിറയെ വെള്ളമായിരിക്കും കേട്ടോ. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീലാണ് കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ. വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, ചുറ്റും പുഴയാണ്. മീന് തീറ്റ കൊടുക്കാനുള്ള വഴിപാടുണ്ടായിരുന്നു. അത് 10 രൂപയാണ് അതിന്. അതുപോലെ ഒരു പാത്രത്തിൽ നമുക്ക് മലര് കിട്ടും. നമ്മൾ ബാക്കി വഴിപാടുകളൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഇതുപോലെ മലരിട്ട് കൊടുത്തു. അത് ഇടുമ്പോൾ തന്നെ മീനുകളൊക്കെ വന്ന് കൊത്തി തിന്നുന്നുണ്ടായിരുന്നു. അതുപോലെ നമുക്കവിടെ താമരയൊക്കെ വിടർന്ന് നിൽക്കുന്നത് കാണാം കേട്ടോ. നല്ല ഭംഗിയാണ്. ഒരു 8 മണി 8:30 സമയത്താണ് ഞാൻ അമ്പലത്തിലെത്തുന്നത്. അവിടുന്ന് തൊഴുതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതായിരുന്നു. അമ്പലത്തിൻ്റെ നേരെ മുകളിലായിട്ട് തന്നെ സൂര്യൻ ഉദിച്ച് വരുന്നതായിട്ടുള്ള ഒരു വ്യൂ. ഇതെനിക്ക് ഒരുപാട് സന്തോഷം നൽകിയൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. അമ്പലത്തിലേക്ക് കയറാനായിട്ടൊരു ബ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാലുള്ള വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. തൊഴുത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവിടെ അന്നദാന കൗണ്ടർ ഉണ്ട്. അതുപോലെ ചെറിയ ചെറിയ കടകളൊക്കെ കാണാൻ പറ്റും. ഞാൻ പോയതൊരു ശനിയാഴ്ച ആയതുകൊണ്ട് അവിടെ നമുക്ക് പ്രഭാത ഭക്ഷണം കിട്ടി. ഗോതമ്പ് ഉപ്മാവും ശർക്കര ചായയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി വീണ്ടും റെഗുലേറ്റർ കം ബ്രിഡ്ജിലേക്ക് കയറി. അപ്പോൾ അറിയാലോ, റൈറ്റ് സൈഡിലായിട്ടാണ് അമ്പലം കാണുന്നത്. ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.